കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത്. ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും, തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും, ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത്. ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും, ചെലവ് കുറയും, സമയം ലാഭിക്കാൻ കഴിയും. ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ വേണോ എന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിൻ്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. കുറുക്കോളി മൊയ്തീൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചത്, അത്ര പെട്ടെന്ന് എത്താൻ എന്താ താല്പര്യമെന്ന്, ആർക്കാ ഇത്ര ധൃതിയെന്ന്. കേരളയിലെന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും വലിയ മോഹം, സ്വപ്നം, ഒരു ഭാവി തലമുറയെ കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ കുറ്റിപിഴാൻ നടന്ന ആളുകൾ, പിഴാൻ വേണ്ടി നടന്ന ആളുകൾ, കുറ്റിപ്പറിയന്മാര് അവർ പറയാണ് അവർക്ക് മെട്രോ വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ. ഏത് അവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സർ?